പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതം നോക്കാം. നമ്മൾ 157 ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞു. ഇനി 158 ശ്ലോകം മുതൽ ഇന്ന് നോക്കാം. ദേഹത്തിന്മേൽ തറയ്ക്കുന്നതു കിമപി പറിക്കില്ല മുള്ളും മഹാത്മാ, ദേഹത്തിന്മേൽ ചൊറിഞ്ഞിടിനതൊരിടമൊതുക്കാവതല്ലീ നിനക്കോ, സോഹംഭാവത്തിനൂറ്റമ്പല വഴി തെളിവായിക്കാട്ടി മറ്റുള്ളവർക്കും മോഹം തീർക്കും. സദാനന്ദിത പരമശിവ ബ്രഹ്മമേ തേ നമോസ്തു. ഇന്ദ്രിയജയം കൈവരിച്ചിട്ടുള്ള മഹാത്മാ എന്നാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ ദേഹത്തിന്മേൽ തറയ്ക്കുന്നതു കിമപി മുള്ളും പറിക്കില്ല എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖദുഃഖങ്ങൾ, ഭൗതികമായിട്ടുള്ള പലതരം സുഖങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അതുപോലെ ചൂട്, തണുപ്പ്, ഇതൊക്കെ എന്തൊക്കെ വന്നാലും, എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും അവയെ ഒന്നും തീരെ ഗൗനിക്കില്ല. അതൊക്കെ നിസ്സാരങ്ങളാണ് എന്ന് അർത്ഥം. ദേഹത്തിന്മേൽ ചൊറിഞ്ഞിടുന്നതൊരിടം ഒതുക്കാവതല്ലി. ശരീരത്തിൽ ചൊറിയുണ്ടെങ്കിൽ അത് ചൊറിഞ്ഞത് കൊണ്ടൊന്നും ആശ്വാസമാവില്ല എന്നാണ്. ചൊറിയുന്നത് കൊണ്ട് ചൊറിച്ചിൽ ദേഹത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്രണോ ഒക്കെ ചെറുതാണെങ്കിൽ പോലും അതിൽ ചൊറിയണത് പോലെ തോന്നും. പക്ഷെ ചൊറിഞ്ഞാൽ എന്തുണ്ടാവും? അത് അധികമാവുകയുള്ളൂ ചൊറിച്ചിൽ, അല്ലേ? അതുപോലെ അസുഖം വർദ്ധിക്കുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കർമ്മഫലങ്ങൾ അനുഭവിച്ച് തന്നെ, ക്ഷമയോടെ അനുഭവിച്ച് തന്നെ തീരണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിനക്കോ അവിടത്തേക്കും കൂടി അത് തടുക്കാനാവില്ല എന്നാണ്. ഭഗവാന് പോലും അത് തടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ശ്രീകൃഷ്ണാവതാരത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ ഭഗവാൻ അനുഭവിച്ചു, അല്ലേ? അതുപോലെ ശ്രീരാമൻ്റെ അവതാരത്തിലോ അതിനേക്കാളും. സോഹംഭാവത്തിന് അഹം, സോഹം എന്ന് പറഞ്ഞാൽ ബോധോഹം, ശിവോഹം, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയണ പോലെ ആ പരബ്രഹ്മം തന്നെയാണ് ഞാൻ, അഹം ബ്രഹ്മാസ്മി എന്ന് ആ ബ്രഹ്മസാക്ഷാത്കാര ഭാവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ക്ഷമത പല വഴി തെളിവായി കാട്ടി, പല തരത്തിലും സ്പഷ്ടമാക്കി കാട്ടിക്കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്കും മോഹം തീർക്കും എന്നാണ്. മറ്റുള്ളവരുടെ സംസാരമോഹത്തിന് അറുതി വരുത്തുന്ന സദാനന്ദിത ആനന്ദസ്വരൂപനായ പരമശിവ, ആദരണീയനായ പരമശിവ. പരമശിവൻ എന്ന് പറഞ്ഞാൽ പരമമംഗളസ്വരൂപനാണ്. ബ്രഹ്മമേ, പരമാത്മാവ്, പരബ്രഹ്മമേ തേ നമോസ്തു, അവിടത്തേക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തിലുള്ള പൊതുവായിട്ടുള്ള അർത്ഥം. അടുത്ത ശ്ലോകം 159. ഹാ കൃഷ്ണ കൃപാംബുരാശേ, ഹേ കൃഷ്ണ ശൃണുഷ്വ വിഷ്ണോ, ഹീ കൃഷ്ണ മഹത്യുപേക്ഷാ മാ കൃഷ്ണ പരിത്യജാസ്മൻ. ഇതിൽ ഹാ, ഹേ, ഹി എന്നിങ്ങനെ ഓരോ വ്യാക്ഷേപകങ്ങളാണ്. അത് ഹാ കൃഷ്ണ എന്ന് പറയും. ഹാ എന്ന് പറയുമ്പോൾ അത് ദുഃഖസൂചകമാണ്. ഹാ കൃഷ്ണ കൃപാംബുരാശേ എന്ന് പറഞ്ഞ കരുണാസാഗരമേ, ഞാൻ ദുഃഖിതനാണ്, എന്നോട് കരുണ കാണിക്കണേ എന്നാണ് ആദ്യത്തെ പാദത്തിൻ്റെ അർത്ഥം. അതുപോലെ ഹേ എന്ന് പറയുമ്പോൾ അത് സംബോധനയാണ്, സംബോധനാ സൂചകമാണ് ആ വ്യാക്ഷേപകം. ശൃണുഷ്വ വിഷ്ണു, വിഷ്ണു തന്നെയായ ഭഗവാനെ അവിടുന്ന് കേട്ടാലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ എന്നാണ്. ഹീ കൃഷ്ണ, ഹീ എന്ന് പറയുമ്പോൾ ക്ഷീണിതൻ അല്ലെങ്കിൽ പരവശ സൂചകം ആയിട്ടുള്ള വ്യാക്ഷേപകമാണത്. മഹത്യുപേക്ഷാം, എൻ്റെ ബുദ്ധിയിലുള്ള ഉദാസീനതയെ എന്നാണ്. മഹത്യുപേക്ഷാം കൃഷ്ണ എന്നാണ്. അകറ്റിയാലും എൻ്റെ ബുദ്ധിയിലുള്ള, മുമ്പൊക്കെ പറഞ്ഞല്ലോ, നാവിൻ്റെ ഉദാസീനത, ബുദ്ധിയുടെ ഉദാസീനത,
അതുകൊണ്ടൊക്കെയാണ് നാമം ജപിക്കാൻ തോന്നാത്തത് എന്നാണ്. അപ്പോൾ ആ എൻ്റെ ബുദ്ധിയിലും നാവിനും ഒക്കെയുള്ള ആ ഉദാസീനതയെ അകറ്റിയാലും കൃഷ്ണ അസ്മാൻ മാ പരിത്യജ എന്നാണ്. അടിയങ്ങളെ ഉപേക്ഷിക്കരുതേ. മാ കൃഷ്ണ പരിത്യജ അസ്മൻ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേന്ന് അപേക്ഷിക്കുകയാണ് പൂന്താനം. അത് ഞങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂന്താനത്തിന് മാത്രം വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഞങ്ങളെ അടിയങ്ങളെ ഉപേക്ഷിക്കരുതേ എന്നാണ്. പരിത്യജാസ്മൻ എന്ന് പറഞ്ഞ് പരിത്യജാസ്മാൻ എന്നാണ്. അസ്മൻ എന്നല്ല, പരിത്യജാസ്മാൻ എന്നാണ്. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണേ. അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ ഉദാസീനതയൊക്കെ മാറ്റിത്തരണേന്ന്. അടുത്ത ശ്ലോകം 160. ദേഹത്തിൽ സുഖമേ കടിച്ച മശകാദ്യജ്ഞാനമാദൗ തഥാ ദേഹത്തിനു വിശപ്പുദാഹമറിയായികെന്നുണ്ടു രണ്ടാമതും ദേഹത്തെ കഷിണിക്കിലും വിഹതിയില്ലെന്നങ്ങു മൂന്നാമതും സോഹം ഭാവദൃഢാനുഭൂതി അരുളീടാനന്ദപാഥോ നിധേ. ശരീരത്തിന് എന്ത് സംഭവിച്ചാലും അനാദിയായിട്ട് ആ അവിദ്യാരൂപമായ മൂലജ്ഞാനം, അതിന് എന്ത് സംഭവിച്ചാലും ദേഹത്തിൽ സുഖമേ കടിച്ച മശകാദി എന്ന് പറഞ്ഞ ശരീരത്തിൽ സുഖമായിട്ട് വന്ന് ഇരുന്ന് കടിക്കുന്ന കൊതുകുണ്ടല്ലോ, ചോര കുടിക്കുന്ന കൊതുക്, അതിനെപ്പോലെ തോന്നുള്ളൂ എന്നാണ്. അത്രയും നിസ്സാരമായിട്ട് എല്ലാ സങ്കടങ്ങളും എല്ലാ അനുഭവങ്ങളും തോന്നുള്ളൂ എന്നാണ് അർത്ഥം. രണ്ടാമതായി ദേഹത്തിന് വിശപ്പു ദാഹമറിയായെന്നുണ്ട്. ശരീരാനുഭവങ്ങൾ, വിശപ്പ്, ദാഹം, ഉഷ്ണം, ചൂട്, ഇതെല്ലാം ദുഃഖപ്രദമായിട്ടുള്ള ആത്മാവിൻ്റേതായിട്ടാണ് ആത്മാവിന് അതൊന്നും ബാധകല്ല എന്നാണ്. അതുപോലെ മൂന്നാമതും ദേഹത്തെ കഷിണിക്കിലും വിഹതിയില്ലെന്നങ്ങ്. ശരീരത്തെ കഷിണിച്ചാലും എന്ന് പറഞ്ഞാൽ മുറിച്ചാലും ഛേദിച്ചാലും ആത്മാവിന് നാശമില്ല. അത് നമ്മൾ ഭഗവത്ഗീതയിൽ കേട്ടിട്ടുണ്ട്. നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ അല്ലേ? ആ ഒരു അർത്ഥമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാര ഭാവം കൊണ്ട്, അത് നമ്മൾ 158 ശ്ലോകത്തിൽ ആദ്യം ചൊല്ലിയ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസാക്ഷാത്കാര ഭാവം കൊണ്ട് ദൃഢമായി വരുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള ഒരു അനുഭൂതിയുണ്ട്. അത് അരുളിയുടെ പാഥോനിധേ, ആ ഒരു ആനന്ദസാഗരമായിട്ട് തന്നെയുള്ള ആനന്ദപാഥോനിധേ. പാഥോനിധി എന്ന് പറഞ്ഞാൽ ജലസമുദ്രം. അങ്ങനെ ആനന്ദസാഗരമായിട്ടുള്ള അവിടുന്നാകുന്ന ആനന്ദ സാഗരത്തിൽ നിന്ന് ഒരു തുള്ളി തന്ന് അനുഗ്രഹിച്ചാൽ മതിയല്ലോ എൻ്റെ ഈ സംസാര ദുഃഖങ്ങളെല്ലാം തീർത്തിട്ട് ബ്രഹ്മസാക്ഷാത്കാരം അനുഭവിക്കാൻ എന്നാണ് പൂന്താനം പറയണത്. ഭഗവാനാകുന്ന ആ ആനന്ദപാഥോനിധിയിൽ നിന്ന് ഒരു തുള്ളി നമുക്കും തരണേന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കാം. ദേഹത്തിൽ ചൊറിയും സഹിക്കരുത് അതിക്രൂരം വിശപ്പൊട്ടുമേ, മോഹത്തിൽ കലരുന്ന ഞാനത് വൃഥാ മോഹിപ്പതെന്തെന്തുവാൻ. സ്നേഹത്തോടെ യശോദ പുൽകിന കിശോരൻ താനൊഴിഞ്ഞേകഥാ സ്നേഹിപ്പീലതു പോരുമെന്നു മനസാ നാമങ്ങളോതീടിനേൻ. സംസാരജന്യമായിട്ടുള്ള ഈ ശരീര ദുഃഖങ്ങളുണ്ടല്ലോ, പല തരം ദുഃഖങ്ങൾ ഉണ്ട് നമുക്ക് അല്ലേ? അതുപോലെ അത് മുമ്പേ പറഞ്ഞതുപോലെ ചൊറിയും തോറും ആശ്വാസത്തിന് പകരം അസുഖം വർദ്ധിക്കും എന്ന് അനുഭവിച്ച് തന്നെ തീരണം എന്നാണ്. അതിക്രൂരം വിശപ്പൊട്ടുമേ, അതിക്രൂരമാണ് വിശപ്പ്, ദാഹം മുതലായവ ഒട്ടും തന്നെ സഹിക്കാൻ വയ്യ. അതുപോലെ പറഞ്ഞ് മോഹത്തിൽ കലരുന്ന ഞാൻ അത് വൃഥാ മോഹിപ്പതെന്തെന്തുവാൻ. മോഹത്തിൽ കലരുന്ന ഞാൻ,
ഈ സംസാരമാകുന്ന സംസാര സാഗരത്തിൽ ഒരു ഭ്രാന്തി വന്നിട്ട് ഒരു ഭ്രമം കൊണ്ട് മോഹിതനായ ഒരു ജീവാത്മാവ് നിഷ്പ്രയോജനമായിട്ടുള്ള ഈ ദുഃഖദായകങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് മോഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി മോഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദ്യം. ഏകദാ യശോദ സ്നേഹത്തോടെ പുൽകിയ കിശോരൻ, സ്നേഹത്തോടെ യശോദ പുൽകിന കിശോരൻ ആരാത്? ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ ഒരു കാലത്തെ യശോദ പ്രേമത്തോടെ സ്നേഹവായ്പോടെ ആലിംഗനം ചെയ്ത ആ കൃഷ്ണൻ ഒഴിച്ച് സ്നേഹിപ്പീല, അത് പോരും എന്നാണ്. വേറെ ആരെയും സ്നേഹിപ്പില്ല, അതുപോരും. എന്നുവെച്ചാൽ ശ്രീകൃഷ്ണ ഭജനം മാത്രം മതിയാകും എന്ന് മനസ്സിൽ വിചാരിച്ച് മനസാനാമങ്ങളോതിയിടിനേൻ, തിരുനാമങ്ങൾ അങ്ങനെ ചൊല്ലുന്നു ഞാൻ. ഈ ഭഗവാൻ മാത്രം മതി എനിക്ക്, ബാക്കിയുള്ള ഭൗതിക സുഖങ്ങളൊന്നും വേണ്ട, ഭഗവാൻ മാത്രം മതി എന്ന് മനസ്സിൽ കരുതി നാമങ്ങളങ്ങനെ ചൊല്ലുന്നു ഞാൻ എന്നാണ് പൂന്താനം പറയണത്. നമുക്കും ആ ഭഗവാനെ മാത്രം മനസ്സിൽ കരുതി പറ്റുന്നത്രയും നാമം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം എന്ന് മനസ്സിലൊന്നങ്ങടെ ഉറപ്പിക്കുക. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.